കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വലിയൊരു പുകില നടക്കുകയാണ്. കർട്ടന് പിന്നിൽ ഒളിച്ചു വെക്കാൻ നോക്കിയ സത്യങ്ങൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ ഇനി ആരെ കുറ്റം പറയുമെന്നറിയാതെ അന്തം വിട്ടു നിൽക്കുന്ന ഒരു നേതൃത്വത്തെയാണ് നിങ്ങൾ കാണുന്നത്. ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ കനത്ത പ്രഹരത്തിന് പിന്നാലെ ഇനി എന്ത് എന്ന ചോദ്യത്തിനു മുന്നിൽ CPM മാളത്തിൽ ഒളിക്കുമ്പോൾ മുന്നണിയിലെ രണ്ടാം കക്ഷി പച്ചയായ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ്. പിണറായി വിജയൻ എന്ന പേരിനെ ഭയന്ന് CPM നേതൃത്വം തൊണ്ട തൊടാതെ വിഴുങ്ങിയ ആ കൈപ്പേറിയ സത്യങ്ങൾ ജനവികാരം മാനിച്ചുകൊണ്ട് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നു. തോൽവിക്ക് കാരണം മാധ്യമ സൃഷ്ടിയാണെന്നും ജനങ്ങൾ കാര്യം മനസ്സിലാക്കാത്തതാണെന്നും പറഞ്ഞ് ജനങ്ങളെ വീണ്ടും പരിഹസിച്ച പിണറായി വിജയനും MV ഗോവിന്ദനും മുഖത്തേറ്റ ഏറ്റവും വലിയ അടിയാണ് ഇപ്പോൾ സ്വന്തം മുന്നണിയിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ ഇടതു മുന്നണി നേരിട്ട ഈ വൻ തകർച്ചയ്ക്ക് പ്രധാന കാരണം മറ്റൊന്നുമല്ല, ജനങ്ങൾക്കിടയിലുണ്ടായ കടുത്ത ഭരണവിരുദ്ധ വികാരം തന്നെയാണെന്ന് CPI ഔദ്യോഗികമായി വിലയിരുത്തുമ്പോൾ അവിടെ തീരുകയാണ് പിണറായി വിജയന്റെയും പാർട്ടി സെക്രട്ടറിയുടെയും ന്യായീകരണങ്ങൾ. സർക്കാരിന്റെ ശൈലിക്കും ജനവിരുദ്ധ നടപടികൾക്കുമെതിരെ പൊതുസമൂഹത്തിൽ ശക്തമായ എതിർപ്പുണ്ടായെന്നാണ് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഇൻസൈഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. തങ്ങൾ എന്ത് ചെയ്താലും ജനങ്ങൾ സഹിച്ചോളും, ഞങ്ങൾ എന്ത് ധിക്കാരം കാണിച്ചാലും വോട്ട് ബാങ്ക് ഭദ്രമായിരിക്കുമെന്ന അഹങ്കാരത്തിനാണ് വോട്ടർമാർ ബാലറ്റ് പെട്ടിയിലൂടെ മറുപടി നൽകിയത്. എന്നിട്ടും തെറ്റ് തിരുത്താൻ തയ്യാറാകാതെ തോൽവിയുടെ ഉത്തരവാദിത്തം താഴെ തട്ടിലെ അണികളുടെ തലയിൽ കെട്ടിവെക്കാനും മാധ്യമങ്ങളെ കുറ്റം പറയാനും ശ്രമിച്ച MV ഗോവിന്ദന്റെ രാഷ്ട്രീയ അടവുകളെല്ലാം സ്വന്തം സഖാക്കൾ തന്നെ പൊളിച്ചടുക്കിയിരിക്കുകയാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ നടപടികളോട് ജനങ്ങൾക്കിടയിൽ കടുത്ത അമർഷമാണുണ്ടായിരുന്നത്. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പിണറായി വിജയന്റെ ശൈലിയും സർക്കാരിന്റെ പിടിപ്പുകേടും വോട്ടർമാരെ ഇടതുമുന്നണിയിൽ നിന്നും പൂർണ്ണമായി അകറ്റി. പിണറായി വിജയനെ പേടിച്ച CPM സംസ്ഥാന കമ്മിറ്റിയിൽ ആരും വാ തുറക്കാതിരുന്നപ്പോൾ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ സർക്കാർ ഇടപെടാതിരുന്നതാണ് തോൽവിക്ക് ആക്കം കൂട്ടിയതെന്ന് CPI കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നു. പാവപ്പെട്ടവന്റെ വയറ്റത്തടിച്ചുകൊണ്ട് ക്ഷേമ പെൻഷനുകൾ മാസങ്ങളോളം കുടിശ്ശിക വരുത്തിവെച്ച ഒരു സർക്കാർ മറുവശത്ത് ധൂർത്തും ധിക്കാരവും തുടർന്നപ്പോൾ ജനങ്ങൾ കടുത്ത അമർഷത്തിലായിരുന്നു. വോട്ട് ചോദിച്ചു ചെല്ലുമ്പോൾ വോട്ടർമാരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടി നിന്ന അണികളുടെ വേദന നേതൃത്വം കണ്ടില്ലെന്ന് നടിച്ചു. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയപ്പോൾ അതൊന്നും ഭരണകൂടത്തെ ബാധിച്ചതേയില്ല. ഭരണത്തിലെ ഈ വൻ പാളിച്ചകൾക്ക് പുറമെയാണ് മുന്നണിയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്ന വലിയ അബദ്ധങ്ങൾ. ജനങ്ങൾക്കൊട്ടും ദഹിക്കാത്തതും പ്രാദേശികമായ ജനവികാരത്തിന് വിരുദ്ധമായും പലയിടത്തും സ്ഥാനാർത്ഥികളാക്കിയതാണ് വലിയ തിരിച്ചടിയായി മാറിയത്. പാർട്ടിക്ക് വേണ്ടി ചോര നീരാക്കിയവരെ മാറ്റി നിർത്തി ആർക്കൊക്കെയോ വേണ്ടി സീറ്റുകൾ വെച്ച് നീട്ടിയപ്പോൾ ജനം അത് തിരിച്ചറിഞ്ഞു. ഇതിനെല്ലാം പുറമെയാണ് ന്യൂനപക്ഷ ഏകീകരണവും സംഘടനാ വീഴ്ചയും തോൽവിക്ക് കാരണമായതെന്ന് റിപ്പോർട്ടിൽ പറയുന്നത്. തങ്ങൾ എപ്പോഴും കൂടെയുണ്ടാകുമെന്ന് കരുതിയ വോട്ട് ബാങ്കുകൾ പോലും സർക്കാരിന്റെ വികലമായ നയങ്ങൾ കൊണ്ട് കൈവിട്ടുപോയി. താഴെത്തട്ടിലെ ചർച്ചകൾ കൃത്യമായി വിലയിരുത്തിയാണ് CPI ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ വെറുമൊരു ആരോപണമെന്നോ മാധ്യമ അജണ്ടയെന്നോ പറഞ്ഞ് തള്ളിക്കളയാൻ പിണറായി വിജയനോ ഗോവിന്ദൻ സഖാവിനോ കഴിയില്ല. ഇനി CPMന്റെ സ്വന്തം കോട്ടകളിലേക്ക് നോക്കിയാൽ അവിടെയും കഥ വ്യത്യസ്തമല്ല. പയ്യന്നൂരിലും തളിപ്പറമ്പിലും സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നും CPM സംസ്ഥാന കമ്മിറ്റിക്കും സെക്രട്ടേറിയറ്റിനും വലിയ വീഴ്ച പറ്റിയെന്നുമാണ് അവരുടെ സ്വന്തം സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നത്. പാർട്ടി കോട്ടയെന്ന് അഹങ്കരിച്ച പയ്യന്നൂരിൽ പാർട്ടിക്കകത്തുണ്ടായ കടുത്ത വിഭാഗീയത തിരഞ്ഞെടുപ്പിനെ ദോഷകരമായി ബാധിച്ചു. ഇത് വൻതോതിൽ പാർട്ടി വോട്ടുകൾ ചോരുന്നതിന് കാരണമായി. ജില്ലാ കമ്മിറ്റി ശുപാർശ ചെയ്തവരുടെ പേരുകൾക്ക് കൃത്യമായ പരിശോധനയില്ലാതെ അനുമതി നൽകിയ ഘട്ടത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിനും സംസ്ഥാന കമ്മിറ്റിക്കും ഗുരുതരമായ വീഴ്ച പറ്റിയെന്ന് പറയുമ്പോൾ അമ്പയെ പരാജയപ്പെട്ടത് പാർട്ടി നേതൃത്വത്തിന്റെ കടുംപിടുത്തങ്ങളാണ്. പയ്യന്നൂരിലെ പരാജയത്തിൽ ആഴത്തിലുള്ള പരിശോധന വേണമെന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആവശ്യം. അതിലും നാണക്കേടായ മറ്റൊരു കാര്യം പാർട്ടിയുടെ തലമുതിർന്ന നേതാക്കൾ തന്നെ പാർട്ടി വിട്ട് എതിർപക്ഷത്തേക്ക് ചേക്കേറി എന്നതാണ്. കണ്ണൂരിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ജില്ലാ കമ്മിറ്റി അംഗവും ആലപ്പുഴയിൽ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവും കൊല്ലത്തും പാലക്കാടും മുൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഒക്കെ UDF ബാനറിൽ മത്സരിക്കാൻ പോയത് പാർട്ടിക്കെതിരായ പ്രചാരവേല ശക്തിപ്പെടാൻ ഇടയാക്കി. കാലങ്ങളായി പാർട്ടിക്ക് വേണ്ടി സംസാരിച്ചവർ തന്നെ വിരുദ്ധ ചേരിയിൽ നിന്ന് നെഞ്ചിലേക്ക് അമ്പെയ്യാൻ തുടങ്ങിയപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ CPM നേതൃത്വത്തിന് ആയുധമില്ലാതായിപ്പോയി. സ്വന്തം അണികൾക്കിടയിലെ ചോർച്ച തടയാൻ പാർട്ടിക്ക് ഇപ്പോൾ കഴിയുന്നില്ല.
തിരഞ്ഞെടുപ്പ് പരാജയം അവലോകനം ചെയ്യാൻ വിവിധ ഘടകങ്ങളിൽ നടന്ന ചർച്ചകളിൽ അണികൾ നേതൃത്വത്തോട് പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ അപ്പോഴും നേതൃത്വം പറയുന്നത് എന്തെന്നാൽ വലതുപക്ഷ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും പാർട്ടിക്കെതിരെ ബോധപൂർവം രൂപപ്പെടുത്തിയ വിമർശനങ്ങൾ അതേപോലെ അവതരിപ്പിക്കാനാണ് ഒരു വിഭാഗം പ്രവർത്തകർ പരിശ്രമിച്ചത് എന്നാണ്. സ്വന്തം തെറ്റ് സമ്മതിക്കാൻ മടിയുള്ള നേതൃത്വം ഇപ്പോഴും അണികളെ കുറ്റപ്പെടുത്തുകയാണ്. പഴയ വിഭാഗീയതയുടെ അവശിഷ്ടങ്ങൾ മനസ്സിൽ വെച്ചാണ് ചിലർ ചർച്ചയിൽ പങ്കെടുത്തതെന്ന് കുറ്റപ്പെടുത്തുമ്പോൾ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹം എത്രത്തോളം രൂക്ഷമാണെന്ന് വ്യക്തമാവുകയല്ലേ. സാധാരണക്കാരുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങളിലും ഉപജീവന മാർഗങ്ങളിലും ഉണ്ടായ ബുദ്ധിമുട്ടുകൾ കൃത്യമായി പരിഹരിക്കുന്നതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ വീഴ്ചകൾ തന്നെയാണ് ജനങ്ങളെ മുന്നണിയിൽ നിന്ന് അകറ്റിയത്. ഇനി ഇതിനൊക്കെ എന്ത് ന്യായീകരണമാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് പറയാനുള്ളത്? പാർട്ടി ഘടകങ്ങളിൽ ഉയർന്ന വിമർശനങ്ങളെയൊക്കെ റദ്ദ് ചെയ്ത് പിണറായിയെ തന്നെ പ്രതിപക്ഷ നേതാവാക്കി മുന്നോട്ട് പോകാനാണ് CPM തീരുമാനമെങ്കിലും മുന്നണിയിലെ കല്ലുകടികൾ അത്ര പെട്ടെന്ന് തീരുന്നതല്ല. ജനങ്ങൾ തള്ളിക്കളഞ്ഞ ഒരു ഭരണശൈലിയെ ഇനിയും തലയിൽ ചുമന്ന് നടക്കാൻ CPI തയ്യാറല്ല എന്ന കൃത്യമായ സൂചനയാണ് ഈ റിപ്പോർട്ട്. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന അഹങ്കാരത്തിന്റെ ആ ശൈലി മാറ്റാതെ ഇടതുപക്ഷത്തിന് കേരളത്തിൽ ഇനിയൊരു തിരിച്ചറിവ് ഉണ്ടാകില്ല എന്ന് സ്വന്തം മുന്നണി തന്നെ ഉറപ്പിച്ചു പറയുമ്പോൾ ക്യാപ്റ്റൻ പദവിയിലിരിക്കുന്ന ആളും അദ്ദേഹത്തെ താങ്ങി നടക്കുന്നവരും മറുപടി പറഞ്ഞേ മതിയാകും. ഇനിയെങ്കിലും ജനവികാരം മാനിക്കുമോ അതോ പഴയതുപോലെ ധാർഷ്ട്യവുമായി മുന്നോട്ട് പോകുമോ എന്ന് നമുക്ക് കണ്ടറിയാം. ഇത്രയൊക്കെ ആയിട്ടും ജനങ്ങളെയും മുന്നണിയിലെ മറ്റു പാർട്ടികളെയും ഇപ്പോഴും വിഡ്ഢികളാക്കാമെന്നാണ് CPM നേതൃത്വം കരുതുന്നത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ നാൾ മുതൽ നമ്മൾ TV ചാനലുകളിൽ കാണുന്ന ഒരു സ്ഥിരം കാഴ്ചയുണ്ട്. പാർട്ടി ന്യായീകരണ തൊഴിലാളികൾ വന്നിരുന്ന് ഞങ്ങൾക്ക് വോട്ട് ചോർന്നിട്ടില്ല, ജനങ്ങൾ താൽക്കാലികമായി തെറ്റിദ്ധരിച്ചതാണ് എന്ന് ക്യാപ്റ്റനെ വെളുപ്പിച്ചെടുക്കാൻ നടത്തുന്ന ആ സർക്കസ് ഉണ്ടല്ലോ, അത് കാണുമ്പോൾ ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയിലാണ് കേരളത്തിലെ പൊതുസമൂഹം. ജനങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്, ജനങ്ങൾ ജാഗ്രത കുറവുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞ് വോട്ടർമാരെ ഉപദേശിക്കാൻ ഇറങ്ങുന്ന ഗോവിന്ദൻ സഖാവിന്റെ ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഈ പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് ഇത്രയധികം അകറ്റിയത്. സ്വന്തം തെറ്റ് സമ്മതിക്കാൻ മടിയുള്ള എപ്പോഴും മറ്റുള്ളവരുടെ മേൽ കുറ്റം ചാരുന്ന ഈ ഇരട്ടത്താപ്പിനാണ് CPI ഇപ്പോൾ കണ്ണാടി കാണിച്ചു കൊടുത്തിരിക്കുന്നത്. പിണറായി വിജയന്റെയും മന്ത്രിമാരുടെയും ധാർഷ്ട്യം നിറഞ്ഞ ആ പെരുമാറ്റ ശൈലി വോട്ടർമാരെ എത്രത്തോളം അസ്വസ്ഥരാക്കിയെന്ന് ഇനിയെങ്കിലും ഈ പാർട്ടി മനസ്സിലാക്കുമോ? ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ട ഭരണകൂടം ആഡംബര കാറുകളിലും വിദേശ യാത്രകളിലും PR ഏജൻസികളുടെ ബലത്തിലും മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോയപ്പോൾ താഴെത്തട്ടിൽ ജനങ്ങൾ അനുഭവിച്ച ദുരിതം ചെറുതായിരുന്നില്ല. KSRTC ജീവനക്കാർ ശമ്പളമില്ലാതെ തെരുവിൽ കിടക്കുമ്പോൾ PSC റാങ്ക് ഹോൾഡർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുട്ടിലിഴയുമ്പോൾ അതിനെയൊക്കെ പുച്ഛിച്ച് തള്ളിയ ഭരണാധികാരിക്ക് ജനങ്ങൾ നൽകിയ കൃത്യമായ പ്രഹരം തന്നെയല്ലേ ഇത്? ഇതൊന്നും മാധ്യമങ്ങളുടെയോ കുറ്റമല്ല, മറിച്ച് കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിച്ച ഭരണകൂടത്തിന്റെ പരാജയമായിരുന്നു. CPI റിപ്പോർട്ടിൽ ഈ കാര്യങ്ങളൊക്കെ പച്ചയായി എഴുതി വെച്ചിട്ടും ഇപ്പോഴും ഞങ്ങൾ പ്രതിപക്ഷ നേതാവാക്കി പിണറായിയെ തന്നെ മുന്നിൽ നിർത്തുമെന്ന് പറയുന്ന CPM ശാഠ്യം ഒരർത്ഥത്തിൽ രാഷ്ട്രീയ ആത്മഹത്യ തന്നെയല്ലേ? അതുപോലെ തന്നെ കൗതുകകരമായ മറ്റൊരു കാര്യം പാർട്ടിക്കുള്ളിലെ ചർച്ചകളെ കുറിച്ചുള്ള CPMന്റെ സ്വന്തം വിലയിരുത്തലാണ്. പരാജയത്തെക്കുറിച്ച് അണികൾ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അതിനെ മാധ്യമങ്ങളുടെ സ്വാധീനം എന്ന ലേബലിൽ ഒട്ടിക്കുന്നത് എന്ത് കഷ്ടമാണ്. അപ്പോൾ സ്വന്തം അണികൾക്ക് പോലും സ്വന്തമായി ചിന്തിക്കാനുള്ള ശേഷിയില്ലെന്നും അവർ ചാനൽ വാർത്തകൾ കണ്ടാണ് പാർട്ടി വേദികളിൽ സംസാരിക്കുന്നത് എന്നുമാണോ നേതൃത്വം കരുതുന്നത്? ഇത്തരത്തിൽ സ്വന്തം പ്രവർത്തകരെ വരെ വിശ്വസിക്കാത്ത പഴയ കടുംപിടുത്തങ്ങളിൽ തൂങ്ങി നിൽക്കുന്ന ഒരു നേതൃത്വത്തിന് എങ്ങനെയാണ് ഒരു ജനകീയ മുന്നണിയെ നയിക്കാൻ കഴിയുക? മുന്നണിയിൽ ഇത്രയും വലിയൊരു വിള്ളൽ വീണിട്ടും ഭരണം കയ്യിലിരുന്നത് കൊണ്ട് മാത്രം മിണ്ടാതിരിക്കുന്ന മറ്റ് ഘടകകക്ഷികളും ഈ അവസ്ഥ കാണുന്നുണ്ട്. ജനങ്ങൾ കൈവിട്ട ഒരു മുന്നണിയുടെ കൂടെ ഇനിയും നിന്നാൽ ഇനിയും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ പെട്ടിയിലും വോട്ട് വീഴില്ല എന്ന് CPIക്ക് ഇപ്പോൾ കൃത്യമായി മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ടാണ് നാളത്തെ സംസ്ഥാന എക്സിക്യൂട്ടീവിലും വരാനിരിക്കുന്ന കൗൺസിലിലും CPM നേതൃത്വത്തിനെതിരെ കടുത്ത നിലപാടുകളിലേക്ക് പോകാൻ CPI നിർബന്ധിതരാകുന്നത്. പരസ്യമായി പ്രതികരിച്ച നേതാക്കളെ താക്കീത് ചെയ്ത് മുഖം രക്ഷിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും CPIയുടെ ഉള്ളിലെ പുകച്ചിൽ അത്ര പെട്ടെന്ന് അടങ്ങില്ല. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.